ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് ഹോട്ട് 60 Pro Plus എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ള അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിന് മാച്ച് ആവാത്ത ചില ഫീച്ചേഴ്സും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 60 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഡിസ്പ്ലേ ആണ്. ഇപ്പം ഇതിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പം 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ വില 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ 1.5K റെസൊല്യൂഷൻ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 155 ഗ്രാം മാത്രമാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 5.95 mm ആണ്. വളരെ തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഇത്. അതും എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വെയിറ്റും തിക്നെസ്സും കുറഞ്ഞു എന്ന് വെച്ചിട്ട് ബാറ്ററിയുടെ കാര്യത്തിൽ ഭയങ്കര വലിയ കോംപ്രമൈസുകളൊന്നും വരുന്നില്ല. 5160 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു വെയിറ്റും തിക്നെസ്സൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്, ഈ ഒരു വെയിറ്റും തിക്നെസ്സൊക്കെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നാനോ ഫൈബർ ബാക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു IP റേറ്റിംഗ് ഒക്കെ തന്നെയാണ് ഇത്. പിന്നെ NFC സപ്പോർട്ട് വരുന്നുണ്ട്. JBL ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. OSൻ്റെ സപ്പോർട്ടൊന്നുമില്ല. പിന്നെ രണ്ടാമത് ഒരു AI സെൻസർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ്. പിന്നെ ഇതിൽ എനിക്ക് കുറച്ച് മിസ്മാച്ച് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. MediaTekൻ്റെ Helio G200 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ ആവറേജ് എന്നൊക്കെ പറയാവുന്നതാണ്. പക്ഷേ നമ്മൾ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ തിക്നെസ്സും വെയിറ്റും ഒക്കെ അവർ കുറച്ചതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 5G പ്രോസസ്സറാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സർ വേണം എന്നില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഒരു പ്രോസസ്സറെങ്കിലും കൊടുക്കായിരുന്നു. ഇപ്പം വില ഈ ഒരു പ്രൈസ് റേഞ്ച് വേണം എന്നല്ല ഞാൻ പറയുന്നത്. വില കുറച്ചും കൂടി കൂട്ടിയാലും ഈ ഒരു ഡിസ്പ്ലേക്കും അതുപോലെ തന്നെ ബാറ്ററിക്കൊക്കെ അനുസരിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കൂടി കൊടുക്കായിരുന്നു. ഇനി ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ലൊരു പ്രോസസ്സർ കൊടുക്കായിരുന്നു. ഇത് എനിക്ക് ശരിക്കും ഒരു മിസ്മാച്ച് പോലെയാണ് തോന്നുന്നത്. ഇപ്പം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ല ബാറ്ററി സെറ്റപ്പും ഉണ്ട്, പക്ഷേ പ്രോസസ്സർ കുറച്ച് വീക്കായിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പം അത് ഒഴിവാക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് മാത്രം നോക്കുമ്പം ഈ ഒരു പ്രോസസ്സർ അത്ര മോശമാണെന്ന് ഞാൻ പറയില്ല. അപ്പം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തപ്പം ചില കോംപ്രമൈസുകൾ വരുത്തേണ്ടി വരും. ആ ഒരു കോംപ്രമൈസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സറിനെ കണ്ടാൽ മതി. എന്നാലും വില കൂട്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $150 എന്ന പ്രൈസിങ്ങിലാണ്, അതായത് 13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും നല്ല ബാറ്ററി സെറ്റപ്പൊക്കെ വരുന്നുണ്ട്.
പക്ഷേ പ്രോസസ്സർ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല, ആവറേജ് ആയിട്ടുള്ളൊരു പ്രോസസ്സറാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന കേർഡ് ഡിസ്പ്ലേക്കുള്ള അതുപോലെ തന്നെ തിന്നായിട്ടുള്ള ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇത്. പക്ഷേ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കണം. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം, പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ ഈ സ്മാർട്ട് ഫോൺ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്.